കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. CPIM ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. CPIMന്റെ പയ്യന്നൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TI മധുസൂദനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ്, വലിയ കോൺഫിഡൻസ് ആണ് പയ്യന്നൂരിൽ കളത്തിലിറങ്ങുമ്പോൾ. തീർച്ചയായിട്ടും പയ്യന്നൂർ ഇടതുപക്ഷത്തിൻ്റെ അഭിമാന മണ്ഡലമാണ്. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും വലിയ പാരമ്പര്യമുള്ള രക്തസാക്ഷി കുടുംബങ്ങളും പരമ്പരാഗത വ്യവസായ മേഖല, ബീഡി തൊഴിലാളി, കൈത്തറി, ഖാദി, ആ നിലക്കൊക്കെയുള്ള വലിയ തൊഴിലാളി മേഖലയും ജീവിതം മണ്ണിനോട് പൊരുതി തീർക്കുന്ന കൃഷിക്കാരും കർഷക തൊഴിലാളികളും, അതുപോലെ തന്നെ പുതിയ കാലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു വലിയ ശൃംഖല പയ്യന്നൂരിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒപ്പം ഇടത്തരക്കാരും മറ്റ് ജനവിഭാഗങ്ങളും വലിയ നിലയിൽ അവരുടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ആ പാഠമുണ്ട്. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അഭിമാനപൂർവ്വം പ്രസ്ഥാനം നൽകുന്ന ഈ അംഗീകാരത്തെ സ്വീകരിക്കുന്നു. ഈ പോരാട്ടത്തിൽ ഏറ്റവും മികച്ച വിജയം ജനങ്ങളുടെ പിന്തുണയോടുകൂടി നേടിയെടുക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങളെ നയിക്കുന്നത്. രണ്ട് ചോദ്യമാണ് പയ്യന്നൂരിൽ വളരെ പ്രസക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത്. ഏറ്റവും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കണക്ക് ചോദിക്കും, അതുപോലെ തന്നെ പാർട്ടി കണക്ക് പറയേണ്ടി വരുമോ എന്നുള്ള രണ്ട് ചോദ്യമാണ്. അതായത് പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് പോയി പാർട്ടിക്കെതിരെ അക്രമം നടത്തിയവരോട് ജനങ്ങൾ കണക്ക് ചോദിക്കുമോ, അല്ലെങ്കിൽ പാർട്ടി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി പയ്യന്നൂരിൽ ഉയരുന്നത്. പയ്യന്നൂരിലെ ഇടതുപക്ഷ രാഷ്ട്രീയം തുറന്ന പുസ്തകമാണ്. ഏതെങ്കിലും നിലയിൽ മറവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങളാരും. ഈ ദശകങ്ങളിലെല്ലാം ഈ നാട്ടിലെ ജീവിതത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ വേറെ വ്യത്യസ്തരായിട്ടുള്ള അമാനുഷികരായിട്ട് ആരുമല്ല. ആർക്കും തൊടാൻ പറ്റാത്ത ഒരു അകലത്ത് നിൽക്കുന്നവരുമല്ല. ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ജനങ്ങൾ ഏത് ശരിയല്ലാത്ത കാര്യങ്ങളോടും ശക്തമായിട്ട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊന്നും സംശയമില്ല. കാരണം ഈ മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ കാണിക്കുന്ന ആ വലിയ സ്നേഹവും ആത്മവിശ്വാസം നൽകുന്ന അവരുടെ പ്രതികരണങ്ങളും തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെല്ലാം മറുപടി നൽകുന്ന രീതിയിൽ വിധി എഴുതുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വെല്ലുവിളിയും അതിജീവിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു കരുത്ത് ഇതിനകം തന്നെ പയ്യന്നൂരിലെ പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. എന്തിനാണ് സംശയിക്കേണ്ടത്? വെല്ലുവിളി തന്നെ അല്ല. നിങ്ങൾ എന്ത് വെല്ലുവിളിയായി ഇവിടെ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരിക? ഈ കേരളത്തിൻ്റെ ഇതുവരെയുള്ള കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും മികച്ച ഒരു ഭരണ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ളൊരു കാലമല്ല ഈ കാലം. ഏറ്റവും മികച്ചൊരു ടീമിനെ നയിച്ചിട്ട് കേരളത്തിന് അഭിമാനത്തോടു കൂടി ഇതെൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ പറ്റുന്ന ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തലയുയർത്തി നിൽക്കുകയല്ലേ. ആ വഴിയിൽ ഞങ്ങളെല്ലാവരും ആ പോരാട്ടത്തിനോടൊപ്പം അതിൻ്റെ ഓരോ ശിലയുമായി ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. അതിൽ ഒരു സംശയം വേണ്ട. ജനങ്ങൾ ഇതിൻ്റെ എല്ലാം ഈ അനുഭവങ്ങളെല്ലാം ഉള്ളവരാണ് ജനങ്ങൾ. പയ്യന്നൂരിൻ്റെ വികസന കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളായാലും ഒരഭിപ്രായ ഭേദവും ഒരാളും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. അത് ഈ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. ഞങ്ങളോട് പലരും ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ ചുടുചുംബനങ്ങളും നൽകുന്ന സന്ദേശം നിങ്ങളല്ലാതെ പിന്നെ ആര് ഈ കേരളത്തെ നയിക്കാനുണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ചോദ്യമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അവരതിന് ഭംഗിയായിട്ട് ഉത്തരം പറയും. മൂന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ അവിടെ നിയമസഭയിൽ ആ സർക്കാരിന് ഭൂരിപക്ഷം നൽകുന്ന ഒരു MLA ആയി കൈ ഉയർത്താൻ TI മധുസൂദനൻ നിയമസഭയിലുണ്ടാവും. തയ്യാറെടുത്ത് കഴിഞ്ഞു. അഭിമാനത്തോടു കൂടി ആ മൂന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അതിനെ നേതൃത്വത്തിലെത്തിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിനോടൊപ്പം ചേർന്ന് നിന്നും തല ഉയർത്തി നിൽക്കും. പയ്യന്നൂരിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. തെരഞ്ഞെടുപ്പ് എന്തായാലും ജൂൺ മാസം, ഈ പറയുന്ന ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. സ്വാഭാവികം നല്ല ചൂടാണ്. ഏത് കടുത്ത ചൂടിനെയും അതിജീവിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥി പര്യടനമൊക്കെ ഈ പറയുന്ന രാവും പകലും ഇല്ലാത്ത രീതിയിലുള്ളതാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി തന്നെ നാളെ മുതൽ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്ത് ചൂടുണ്ടായാലും ജനങ്ങളുടെ സ്നേഹത്തിൻ്റെ തണുപ്പ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കരുത്താണ്. ആ കരുത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും.
എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം തയ്യാറെടുക്കുന്നത്. CPIM സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. TI മധുസൂദനൻ ഏത് വെല്ലുവിളിയും അതിജീവിച്ചുകൊണ്ട് മൂന്നാം പിണറായി സർക്കാരിന് നിയമസഭയിൽ കയ്യുറത്താൻ താൻ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബാശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.